Hi friends, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാരുടെ കർണാടക നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഓൺലൈൻ ആക്കിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് ഇതിനു മുന്നേ ഞാനൊരു രജിസ്ട്രേഷനെ കുറിച്ചിട്ടൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കാരണം നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ സംശയങ്ങൾ നോക്കുന്നതിന് മുന്നേ നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാറിലും SSLCയിലും പാൻ കാർഡിലും അതുപോലെ തന്നെ നമ്മുടെ PDCയിലൊക്കെ നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ നമ്മുടെ നെയിം കറക്റ്റ് ആയിരിക്കണം. ആധാറാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആധാറിലുള്ള നെയിം ആയിരിക്കണം എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നെയിമും എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിലോക്കർ ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെയാണ് ഡിജിലോക്കർ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് KSNC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ A to Z എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എത്ര നാൾക്കുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിജിലോക്കറും KSNC ആപ്പും നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതെല്ലാം മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഡിജിലോക്കർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡിജിലോക്കർ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം മെയിനായിട്ട് നമ്മൾ നമ്മുടെ SSLC, പാൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ PDC ഇതെല്ലാം ഇതിനകത്ത് ഫെച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ കുറേ കമൻറ്റ് വന്നിട്ടുള്ളതാണ് SSLC സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. SSLC സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇയർ കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയർ കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് അവിടെ ഗവൺമെൻറ് പോർട്ടലിനകത്ത് നമ്മുടെ കോളേജോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ബോർഡോ അവർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച SSLC സ്കൂളിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറയുക. ഇത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഡിജിലോക്കറിനകത്ത് വരുള്ളൂ. ഡിജിലോക്കറിനകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ കുറേ കമൻറ്റുകൾ വന്നിട്ടുള്ളതാണ് ഞാൻ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി പേയ്മെൻ്റ് ഒക്കെ ചെയ്തു, എൻ്റെ സർട്ടിഫിക്കറ്റ് എത്ര നാൾക്കുള്ളിൽ ഡിജിലോക്കറിനകത്ത് വരുമെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത്, അതായത് KSNC പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് 1 മാസത്തിലും 2 മാസത്തിലും സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSNC ആപ്പിനകത്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിലോക്കറിനകത്തും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഈ ഡിജിലോക്കറിൽ നമ്മുടെ KSNC ആപ്പിനകത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഹാർഡ് കോപ്പി നമ്മൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അഡ്രസ്സ്, നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഏതാണോ കൊടുക്കുന്നത് ആ അഡ്രസ്സിലോട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. ഇത് നോർമലി 1 മാസത്തിനകത്ത് വരുന്നതായിരിക്കും. പക്ഷേ 1 മാസവും 2 മാസമായിട്ടും വരാത്ത ആൾക്കാരുണ്ട്, 6 മാസമായിട്ടും വരാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് 6 മാസമായിട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് KSNCയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ടൊന്ന് തിരക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1-2 മാസത്തിനകത്ത് വരുന്നതായിരിക്കും. ഇത് 6 മാസമായിട്ടൊക്കെ വരാതിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കർണാടക രജിസ്ട്രേഷൻ പരമായിട്ടോ നഴ്സിംഗ് രജിസ്ട്രേഷൻ പരമായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ യൂട്യൂബിലെ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പായിട്ട് ആയിക്കോട്ടോ, വോയിസോ മെസ്സേജ് ആയിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടോ. പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ നാട്ടിലെ നമ്പറാണ്, ഞാനിപ്പോൾ സൗദിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നിങ്ങൾ എനിക്ക് വാട്സപ്പ് വോയിസോ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എത്രയും വേഗം നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു, അവസാനം പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് PDC ഫയൽ മിസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെ കുറേ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ഈ PDC അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ താഴെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ഡോക്യുമെൻ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വരുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ്, അതായത് നമ്മുടെ KSNC ആപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് സേവ് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് KSNCയെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യാൻ നോക്കുക. നമുക്കിതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഡയറക്റ്റ്
അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട്, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് കർണാടകയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ അങ്ങനെ ഒന്നും ഒരു ഓപ്ഷനുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അവരെ ഡയറക്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് PDC ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ടല്ലേ, ഇതിനകത്തൊക്കെ നിങ്ങൾ PDC ഫയൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് നിങ്ങൾ ഒരു പേയ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് വേറൊരു ഓപ്ഷൻ, പേയ്മെൻറ്റ് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ. ഇത് എത്രത്തോളം കറക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ടും ഒന്നും റെസ്പോണ്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം അവസാനത്തെ ഓപ്ഷനായിട്ട് മാത്രം നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നു, ഇയറിൽ മിസ്റ്റേക്ക് വന്നു, നെയിമിൽ മിസ്റ്റേക്ക് വന്നു, ഞാൻ ക്വാളിഫിക്കേഷൻ കൊടുത്ത മിസ്റ്റേക്ക് വന്നു, ഇങ്ങനെ ഇതെന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ആധാർ വെരിഫിക്കേഷൻ ചെയ്തതെല്ലാം സക്സസ്ഫുൾ ആയി, എൻ്റെ ആധാറിലുള്ള ഫോട്ടോ കാണിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം പേയ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും അവസാനം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ചാൽ എൻ്റെ ഡോക്യുമെൻറ്റ് ഫോട്ടോ മിസ്സിങ്, ഡോക്യുമെൻറ്റ് മിസ്സിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്തതെല്ലാം കറക്റ്റാണ്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതെല്ലാം കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ചെറിയ ബഗ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചൊരു സംശയമാണ്, ഞാൻ പേയ്മെൻ്റ് എല്ലാം ചെയ്തു പക്ഷേ ആപ്പിനകത്ത് എൻ്റെ റെസിപ്റ്റ് കാണിക്കുന്നില്ല, ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആ റെസിപ്റ്റ് കാണിക്കത്തില്ല. നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക, അതിനകത്ത് റെസിപ്റ്റ് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ KSNCയുടെ ഡയറക്റ്റ് വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത്, അതായത് നിങ്ങൾ ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന ഐഡിയും പാസ്വേഡും വെച്ച് തന്നെ നിങ്ങൾ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള സംശയമാണ്, ചേട്ടാ ഞാൻ KSNC ആപ്പിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം OTP വരുന്നില്ല എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഓക്കെ ആണോ നോക്കുക, നിങ്ങളെ ഇൻകമിങ് ഔട്ട് ഗോയിങ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലെ നമ്പർ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്, അത് നാട്ടിലെ നമ്പറിലായിരിക്കും നമ്മുടെ ആധാറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ KSNCയോ എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന നാട്ടിലെ നമ്പർ ആയിരിക്കും. ഇപ്പം നിങ്ങൾ എബ്രോഡാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒന്നുകിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിങ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് മെസ്സേജ് ഇങ്ങോട്ട് വരാൻ, OTP വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റേതായ ഒരു ഓഫർ, അതായത് ഓരോ സിമ്മിനും പല പല ഓഫറുണ്ട്, പാക്കേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓഫർ ചെയ്തതിന് ശേഷം നിങ്ങളത് ട്രൈ ചെയ്യാവുന്നതാണ്, അത് OTP വരുന്നതാണ്. ഇത് നിങ്ങളുടെ സിമ്മിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അല്ലെങ്കിൽ ആപ്പിൻ്റെ ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഒരുപാട് പേർക്ക് OTP ഒക്കെ വരുന്നുണ്ട്, പിന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അത് നമ്മളെ ചെറിയ നമ്മുടെ ഒരു ഇഷ്യൂസാണ്, അത് നമുക്ക് ക്ലിയർ ആക്കാന്നേ ഉള്ളൂ. പിന്നെ കുറേ പേരുടെ സംശയമാണ്, ഞാൻ ആധാർ എല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം എൻ്റെ KSNC ആപ്പിനകത്ത് ആധാറിൻ്റെ ഫോട്ടോയാണ് വരുന്നത്, എൻ്റെ ഫോട്ടോ, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇതിൽ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആധാറിലെ ഫോട്ടോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാറിലെ ഫോട്ടോ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. കാരണം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആപ്പിൻ്റെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസാണ്. കാരണം നിങ്ങൾക്ക് ഈ ആധാറിലെ ഫോട്ടോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യും കേട്ടോ.